വലിയ പരാതി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനും ഇപ്പോൾ മീഡിയയെ കാണേണ്ട, മീഡിയയെ കണ്ടാൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ ആയിരുന്നില്ല കെ മുരളീധരൻ. നമുക്കൊക്കെ അറിയുന്ന കെ മുരളീധരൻ എപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആളാണ്. മാധ്യമങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയും. അത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചായിക്കോട്ടെ, കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചായിക്കോട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വിവാദ വിഷയങ്ങളായിക്കോട്ടെ, അതിനെല്ലാം കൃത്യം മറുപടി പറയും. പരിഹസിക്കേണ്ടവരെ കൃത്യം പരിഹസിക്കും, ട്രോളേണ്ടവരെ കൃത്യമായി ട്രോളും. അതൊക്കെ നന്നായി അറിയുന്ന വഴങ്ങുന്ന നേതാവാണ് കെ മുരളീധരൻ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ വണ്ടി വിടൂ എന്നാണ് പറയുന്നത്. സംസാരിക്കാൻ തയ്യാറല്ല. ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ മുരളീധരൻ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കാണാം. സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇല്ല, സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അന്വേഷിക്കാൻ. വലിയ പരാതി ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി കെ മുരളീധരൻ. നല്ല കാര്യമാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കേൾക്കുക, അത് പരിഹരിക്കുക, അതൊക്കെ ഒരു മന്ത്രിയുടെ യഥാർത്ഥ ചുമതല തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ ശോചനീയമാണ്. എന്താണ് അവിടെ നടന്നത്? കെ മുരളീധരൻ സന്ദർശിക്കുമ്പോൾ അത് സംബന്ധിച്ച് വാർത്തയുണ്ട്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ നിഷേധമെന്ന് പരാതി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ സന്ദർശനത്തിന് ഇടയിലാണ് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ മണിക്കൂറുകളോളമാണ് രോഗികൾ കാത്തുനിന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നാണ് രോഗികളുടെ പരാതി. കാഷ്വാലിറ്റിയിൽ പനി കൂടിയെത്തിയ കുട്ടിയെ ചികിത്സിക്കാതെ പറഞ്ഞയച്ചു എന്നാണ് ആരോപണം. കോട്ടയത്തെ ആശുപത്രിയിലേക്കാണ് പിന്നീട് കുട്ടിയെ മാറ്റിയത്. മന്ത്രി കെ മുരളീധരൻ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം. അതേസമയം ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് പുറത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം നടന്നു. പ്രതിഷേധമെന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ പരിപാടി സംഘടിപ്പിച്ചത്. ആര് എതിർത്താലും അന്നം മുടക്കില്ല എന്ന ഫ്ലക്സുമായാണ് പൊതിച്ചോറ് വിതരണം നടന്നത്. മന്ത്രി ഉദ്യോഗസ്ഥരുമായി ആശുപത്രിയുടെ അകത്ത് യോഗം ചേർന്നിരുന്നു. എന്നാൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. സൂപ്രണ്ടിനോട് വിശദീകരണം തേടാനായിരുന്നു മന്ത്രിയുടെ മറുപടി. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി കെ മുരളീധരൻ വാഹനത്തിൽ കയറി മടങ്ങുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്ത. എന്ന് വെച്ചാൽ കെ മുരളീധരനും ഇപ്പോൾ മാധ്യമങ്ങൾ അലർജിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ആശുപത്രികളിൽ ഡോക്ടർമാരില്ല. ഡോക്ടർമാർ ഉണ്ടായിരുന്നു നേരത്തെ. ആ ഡോക്ടർമാരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ സ്ഥലം മാറ്റത്തിലൂടെ പല ആശുപത്രികളിലും ഡോക്ടർമാരില്ലാത്ത അവസ്ഥ വന്നു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ഡോക്ടർമാർ ഇല്ലാത്തവരെ തുറന്ന് വലിയ പ്രതിഷേധം വന്നു. അതിനുശേഷം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡോക്ടർമാരുണ്ട്. LDF സർക്കാർ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരുണ്ടായിരുന്നു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും OP ഉണ്ടായിരുന്നു. ആവശ്യത്തിന് മരുന്നുണ്ടായിരുന്നു. ചെറിയ പിഴവുകൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും നടന്നാൽ അത് വലിയ വാർത്തയാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു. സുനിൽ കനോഗുലുവിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ആരോഗ്യ മേഖലയെ പിടിക്കുക എന്നത്. ചെറിയ സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായല്ല അത് കുത്തിപ്പൊക്കി ദിവസങ്ങളോളം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ആർക്കു വേണ്ടി? UDF-ന് വേണ്ടി. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാരില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പൂട്ടുന്നു. കുട്ടികൾക്ക് പോലും ചികിത്സ നിഷേധിക്കുന്നു. കുട്ടികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. അതാണ് ഇടുക്കിയിൽ നാം കണ്ടത്. എന്ന് വെച്ചാൽ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ ഈ പ്രചാരണം. പൊതു ആരോഗ്യ ശൃംഖലയെ തകർക്കാനുള്ള പരിപാടി ആലോചിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്വകാര്യ ആശുപത്രികൾ വിദേശ കുത്തകകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളും UDF-ഉം
ഈ കളികളെല്ലാം കളിക്കുന്നത് എന്നാണ് അന്ന് തന്നെ പുറത്തു വന്ന വിവരം. അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ആശുപത്രിയിൽ പ്രശ്നങ്ങളാണ്. മരുന്നില്ല, ചികിത്സ കിട്ടുന്നില്ല, ഡോക്ടറില്ല. പ്രശ്നങ്ങൾ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഏതെങ്കിലും മന്ത്രിയോ ഉദ്യോഗസ്ഥരോ മുന്നിൽപ്പെട്ടാൽ അവരോട് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയാതെ ഓടി രക്ഷപ്പെടുന്നു. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ മേഖലയും തകിടം മറിയുകയാണ്. മാറ്റം അനിവാര്യമാണ്. മാറ്റമല്ലേ വേണ്ടത്? ആ മാറ്റം ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം.